സ്വർണ്ണക്കടത്തിൽ മലപ്പുറത്തെ പരാമർശിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ വിവാദം. മലപ്പുറത്തെ സ്വർണ്ണക്കടത്തും ഹവാലയും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കെന്ന പരാമർശമാണ് വിവാദമായത്. ദേശീയ ദിനപത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിലെ പരാമർശങ്ങൾ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പദവിയിലിരുന്ന് മലപ്പുറം ജില്ലയെ ആകെ അപമാനിക്കുന്ന സമീപനമെന്ന വിമർശനവുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തി. BJP പ്രീണിപ്പിച്ച് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കമാണ് പ്രതികരണത്തിന് പിന്നിലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം കുറ്റപ്പെടുത്തി. കാണാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ലീഡ് സ്റ്റോറി. PV അൻവറിനെതിരെ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് മലപ്പുറത്താണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. സ്വർണ്ണക്കടത്തുകാരുടെ സ്ഥാപിത താത്പര്യം അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് പരോക്ഷമായി പറയുകയും ചെയ്തു മുഖ്യമന്ത്രി. ഇന്ന് ദ ഹിന്ദു ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിലാണ് കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തും മലപ്പുറത്തെ ഹവാലയും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചത്. 5 വർഷത്തിനിടെ ജില്ലയിൽ പിടികൂടിയത് 150 കിലോ സ്വർണവും 123 കോടി രൂപയുമാണ്. മുസ്ലിം തീവ്രവാദികൾക്കെതിരായ നടപടി മുസ്ലിം സമുദായത്തിനെതിരാണെന്ന് പ്രചരിപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോപണം വർഗീയ വിഭജനമുണ്ടാക്കി വോട്ട് നേടാനുള്ള തന്ത്രമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം കുറ്റപ്പെടുത്തി. വോട്ട് നേടാൻ ഇത്രയും മനുഷ്യരെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന, വർഗീയ സംഘർഷം ഉണ്ടാക്കുന്ന നിലപാടുകൾ മാർക്സിസ്റ്റ് പാർട്ടി കുറേ കാലമായി സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണല്ലോ വടകരയിലെ നമ്മുടെ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം. അതുപോലുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെയാണ് കള്ളക്കടത്ത് സംഘങ്ങൾ അഴിഞ്ഞാടിയതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയും മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെയും കൂടിയാണ് മലപ്പുറത്ത് ഈ കൊള്ള സംഘങ്ങൾ അഴിഞ്ഞാടിയത്. മലപ്പുറം ജില്ലയിൽ അതിന് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാരായിട്ടുള്ള, ഇന്നിപ്പോൾ ആക്ഷേപിക്കുന്ന ആളുകൾ തന്നെയാണ്. അതേസമയം അഭിമുഖം വായിച്ച ആർക്കും ആശയക്കുഴപ്പമില്ലെന്നും പരാമർശം വളച്ചൊടിച്ചെന്നും ചൂണ്ടിക്കാട്ടി VP സാനു മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചു. ഹിന്ദു പത്രത്തിന് അതിലൊരു സംശയം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ അതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ചില വാർത്തകൾ, അതായത് നമ്മുടെ തന്നെ മാധ്യമങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ ഇത് കൊടുത്തപ്പോഴും അതിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്ത ചെയ്തപ്പോഴുമാണ് ഇത് ഈ അർത്ഥത്തിൽ വന്നത്. അല്ലാതെ ഹിന്ദു പത്രത്തിനോ ആ ഹിന്ദു പത്രം വായിച്ച ആളുകൾക്കോ അത്തരത്തിലുള്ള സംശയം തോന്നിയിട്ടില്ല. PV അൻവറിനോടുള്ള രാഷ്ട്രീയ വൈരം മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയോട് തീർക്കരുതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. മുഖ്യമന്ത്രിക്ക് മലപ്പുറം ഫോബിയ ആണെന്ന് MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. 24 മലപ്പുറം.